ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. സങ്കീർത്തനങ്ങൾ. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയിൽ അനുയോജ്യമായ ഏറെ കാർഷിക വിളകൾക്കൊപ്പം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു മേഖലയാണ് മൃഗപരിപാലനം. പാൽ, മാംസം, മുട്ട തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കു പുറമെ അലങ്കാര ആവശ്യങ്ങൾക്കു വേണ്ടിയും വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ജീവിവർഗങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ജൈവവൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതു വഴിയായ പാരിസ്ഥിതിക നന്മകൾ ഏറ്റവും കൂടുതലായി നമ്മുടെ പ്രകൃതിക്ക് സംലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിൽ പരമാവധി ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം കർഷകനു മുന്നിൽ വലിയ വരുമാന സാധ്യത തുറക്കപ്പെടുന്നതും ഭക്ഷ്യരംഗത്തെ സ്വയം പര്യാപ്തതയും വലിയ നേട്ടങ്ങളാണ്. കാർഷിക കേരളം നേരിടുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നാളുകളുടെ പശ്ചാത്തലത്തിൽ മൃഗപരിപാലനത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ്. കൃഷി പരാജയങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് ഒട്ടേറെ പേരെ സഹായിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പല വ്യത്യസ്തങ്ങളായ മേഖലകൾ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ പേർ തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത് കന്നുകാലി വളർത്തലിലൂടെയാണ്. താരതമ്യേന കുറഞ്ഞ അധ്വാനത്തിലൂടെ ലക്ഷക്കണക്കിന് രൂപ ആദായമുണ്ടാക്കുന്ന ഏറെ ക്ഷീരകർഷകരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നിരന്തരം ചെലവാണ് വർദ്ധിച്ചു വരുന്നത്. ഡെയിലി ചെലവ് വരുമ്പോൾ ഡെയിലി വരുമാനം ഉണ്ടാകണം. ഈ ഒരു സിദ്ധാന്തത്തിൽ എങ്ങനെ ഇതിനെ കരയേറാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു. ഒന്ന്, റബ്ബറിൻ്റെ പാല്. അത് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുകയും അത് ചെലവിനെ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു വരുമാനം ആയിട്ട് മാറുകയും ചെയ്യും. രണ്ടാമത്തെ പാല് എന്ന് പറയുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാലുണ്ടെങ്കിൽ അത് ഞാൻ പറയുകയാണെങ്കിൽ റബ്ബർ പാലിനേക്കാൾ കൂടുതൽ ദിവസം ആദായകരമായിരിക്കും. കാരണം കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 40 മുതൽ 50, 60 രൂപ, 60,000 രൂപ വരെ മുടക്കിയാൽ ഒരു വർഷം 1,62,000 രൂപ വരെ ലഭ്യമാകുന്ന രീതിയിലാണ് പശുവിനെ കൊണ്ടുള്ള ആദായം കിട്ടുക. രണ്ട് കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒരു അർപ്പണബോധവും ഇത് ചെയ്യുവാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാകണം. ഒപ്പം ദൈവാനുഗ്രഹവും. ഇത് മൂന്നും കൂടെ കൂട്ടിച്ചേരുമ്പോൾ നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് കടന്നെത്താൻ സാധിക്കും. ഒരു വർഷം 1,62,000 രൂപ എന്ന് പറയുമ്പോൾ അത് ചെലവുകളെല്ലാം കഴിച്ച് ഏകദേശം ഒരു പശുവിൽ നിന്ന് ശരാശരി 1,00,000 രൂപ എങ്കിലും വരുമാനം കിട്ടും. പാലായിട്ട്, ചാണകമായിട്ട്, ഗ്യാസായിട്ട്, മറ്റ് ഉപ ഉൽപ്പന്നങ്ങളായിട്ട് തന്നെ കർഷകൻ്റെ കൈകളിലെത്തുകയാണ്. വീട്ടിലേക്ക് ആവശ്യമായ തൈര്, പാല് അത് ലഭിക്കുന്നു. ഒപ്പം നമുക്ക് ആവശ്യമായ പോഷക ഗുണമുള്ള എല്ലാ സാധനങ്ങളും ഈ പാലിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ 5 പശുവിലാണ് ആരംഭിക്കുക. 5 പശുവിൽ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, വീട്ടിലെ പ്രതിദിനമുള്ള ചെലവുകൾ, രോഗാവസ്ഥയിലുള്ള ചികിത്സിക്കാനുള്ള മരുന്ന്, യാത്ര എന്നു വേണ്ട വിവിധങ്ങളായ ചെലവുകൾ വർദ്ധിക്കുകയും വരുമാനം എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുരുമുളക് പാടെ നശിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തകർച്ചയിൽ നിന്നും കരകയറുവാൻ ഡെയിലി വരുമാനം ലഭിക്കുന്ന ഏക സ്രോതസ്സ് പാലാണ് എന്ന് മാത്രം കണ്ടെത്തിയത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും 80 വയസ്സുള്ള അമ്മയും ഭാര്യയും മക്കളും എല്ലാം ഒത്തൊരുമയോടെ, ആകെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ പോലെ ഒരൊറ്റ സ്റ്റാഫ് മാത്രം.
അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സ്റ്റാഫും ബാക്കി കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ചപ്പോൾ എൻ്റെ കൂടെ ഏകദേശം 30 പശുക്കളാൽ സമൃദ്ധമായി. ഏകദേശം ഒരു ദിവസം 300 ലിറ്റർ പാലോളമാണ് ഞങ്ങൾ പ്രതിദിനം സൊസൈറ്റിയിൽ അളക്കുന്നത്. ശരാശരി 27 രൂപ 50 പൈസ വെച്ച് 1 ലിറ്റർ പാൽ ലഭിക്കുമ്പോൾ ഫാം സപ്പോർട്ട് ഇനത്തിൽ 50 പൈസയും മറ്റ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി ഒത്തിരിയേറെ സഹായകരമായ ഒരു പദ്ധതിയാണ് ഈ പശു വളർത്ത പരിപാലനമെന്ന് എനിക്ക് തോന്നാൻ സാധിച്ചു. എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ആട്, കോഴി, ഗിനി, ടർക്കി, മുയൽ തുടങ്ങിയ അനുബന്ധ മൃഗങ്ങളും കൂടെ ചേർന്നപ്പോൾ ഈ പരിപാലനം കുറേയും കൂടെ ആദായകരമായി മാറുകയാണ്. ശരിയായ താൽപ്പര്യവും അർപ്പണ മനോഭാവവുമാണ് ഏതൊരു സാഹചര്യങ്ങളുടെയും തൊഴിൽ മേഖലകളുടെയും വിജയത്തിനു പിന്നിൽ നിലനിൽക്കുന്ന ഘടകങ്ങൾ. അതുതന്നെയാണ് മൃഗപരിപാലന രംഗത്തുള്ളവരും തങ്ങളുടെ വിജയത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. ശരിയായ ദൈവവിശ്വാസത്തിലും ഇച്ഛാശക്തിയിലും മുന്നോട്ടു നീങ്ങുന്നവരുടെ മുന്നിൽ യാതൊരുവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ആത്യന്തിക വിജയം നേടുകയില്ല എന്ന് ഇവർ ഊന്നിപ്പറയുന്നു. ഇന്ന് ഞാൻ പറയുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാസം ഒരു 60,000 രൂപയോളം മിച്ചം വയ്ക്കുവാനാൽ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശമ്പളവും കൂടെ കൂട്ടിയാലും മിച്ചം വയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. 5 പശുവിൽ തുടങ്ങിയ ഇന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ ഏകദേശം 30 പശുവിലെത്തുന്നെങ്കിൽ ഇതിൻ്റെ ആദായം തന്നെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലവും ഇതിലേക്ക് ഞങ്ങൾ മുതൽ മുടക്കി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ആർക്കും അവലംബിക്കാൻ ഇത് ഒരു വിപ്ലവമായിട്ട് മാറ്റാൻ സാധിക്കും. അല്പ അർപ്പണബോധവും അല്ലെങ്കിൽ വൈറ്റ് കോളർ പ്രോഗ്രാം മാത്രമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടക്കാതെ ഒന്ന് അധ്വാനിക്കാനും. പിന്നെ ഒരു കാര്യം ഇതാണ്, രാത്രി ഉറക്കാൻ ഇച്ചിരി സമയം കുറയും, പകൽ വിശ്രമിക്കാൻ അല്പം സമയം കുറയും. അപ്പോൾ 2 സമയങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് രാത്രി 11 മണിക്കാണ്. ഏകദേശം 4 മണി 5 മണി ആകുമ്പോഴത്തേക്കും തൊഴുത്തിലെ പണികൾ ആരംഭിച്ചു. അങ്ങനെ എല്ലാ പശുക്കളെയും കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കറവയിലേക്ക് നീങ്ങുന്നു. കറവ കഴിഞ്ഞ് ഏകദേശം 6:30 കൂടി കറവ കഴിയുന്നു. അതിനുശേഷം അതുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. 2 നേരമാണ് പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്, 3 നേരം വെള്ളം കൊടുക്കുന്നു, 2 നേരം, ഒരു നേരം നനയ്ക്കുന്നു, ഒരു നേരം കുളിപ്പിക്കുന്നു. ഇങ്ങനെ റൊട്ടീനായിട്ട് ഒരു സമയബന്ധിതമായിട്ട് ഒരു ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പശുപരിപാലനം ഒരിക്കലും ഒരു നഷ്ടമാണ്, ഒരു നഷ്ടക്കച്ചവടം, പാൽ വ്യാപാരവും നഷ്ടക്കച്ചവടമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി തുടങ്ങി ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം 18 ലക്ഷം രൂപയുടെ പാല് മിൽമയ്ക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചു. ആ സ്ഥാനത്ത് എൻ്റെ പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ആദായം കേവലം 2 ലക്ഷം രൂപയാണ്. എൻ്റെ പറമ്പിൽ അധ്വാനിക്കുന്ന മറ്റുള്ള ലേബേഴ്സിന് കൂലി കൊടുത്തത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞാൻ ഈ 2 ലക്ഷം രൂപ വരുമാനമുള്ള ഞാൻ എങ്ങനെ 4 ലക്ഷം രൂപ കൂലി കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും എൻ്റെ കാർഷിക രംഗം വിജയത്തിലെത്തിയല്ല. അപ്പോൾ രീതി മാറി, ചുവട് മാറി, സാഹചര്യങ്ങൾക്കും പരിസ്ഥിതികൾക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ച് ഒരു മാറ്റങ്ങൾക്ക് വിധേയമാകണമെങ്കിൽ ആർക്കും ഏത് മേഖലയിലും വിജയം കണ്ടെത്താനാണ് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഒരു മാറ്റമില്ല, നിശ്ചയദാർഢ്യം വേണം, ഒരു പവർ വേണം. എന്തിനെ അതിജീവിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും നയിക്കുവാനും വിജയങ്ങളാക്കുവാനും. പരാജയങ്ങളൊക്കെ വിജയമാണ്, തൊട്ടടുത്ത വിജയമാണെന്നുള്ള ബോധ്യം വേണം. ഇന്ന് പരാജയപ്പെട്ടാൽ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, അത് തൊട്ടടുത്ത ദിവസത്തെ വിജയമാക്കി മാറ്റാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു 50 പശുവിനെ ആക്കാം. പക്ഷേ ഒറ്റയടിക്ക് 50 എന്ന് ചിന്തിക്കരുത്. ക്രമേണ നമുക്ക് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ പശുപരിപാലനം ഒരിക്കലും ഒരു നഷ്ടമല്ല. എനിക്ക് തോന്നുന്നത് 50,000 രൂപ ഇന്ന് മുടക്കി ഒരു പശുവിനെ വാങ്ങിയാൽ നാളെ 20 ലിറ്റർ പാലാണെങ്കിൽ അതിൻ്റെ വരുമാനം അന്ന് തുടങ്ങുകയായി. ഒരു പശുവിനെ കുത്തിവെച്ച് 7-7.5 മാസക്കാലം കറക്കാൻ സാധിക്കും. അപ്പോഴും 2.5 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വരുമാനം വർദ്ധിക്കുകയാണ്. കിടാക്കളെയും വിറ്റു, ചാണകമായി, ഗ്യാസായി, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിലും ഇന്നിവിടെ ഒരു വിറക് കത്തിക്കുന്ന രീതിയില്ല. ഗ്യാസിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് അല്ലാതെ ഒരു കുക്കിംഗ് ഗ്യാസും ഒന്നും ഇവിടെ ആവശ്യമില്ല. ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെടാത്തതും ദിനം പ്രതി ആവശ്യം അധികരിച്ചു വരുന്നതുമായ ഒന്നാണ് ക്ഷീരമേഖല. ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഈ സാഹചര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മൂല്യബോധത്തോടെയും ദിശാബോധത്തോടെയും മുന്നോട്ട് വരുന്ന കർഷകർ കേരള കർഷക സമൂഹത്തിനു മുഴുവൻ മാതൃകകളാണ്.
പശു വളർത്തൽ എന്ന് പറയുമ്പോൾ ഒരു കാലത്തും ഡിമാൻഡ് നഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ്. പാലിൻ്റെ ഉൽപ്പന്നങ്ങളും ആവശ്യക്കാർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് എത്ര പേര് ഈ മേഖലയിലേക്ക് കടന്നു വന്നാലും അവർക്ക് ഒരിക്കലും പിന്നോട്ട് പോകേണ്ടി വരികയില്ല. പശു വളർത്തൽ നഷ്ടമാണ് എന്ന് പൊതുവേ പരാതി ഉയരാറുണ്ട്. കണക്കുകൾ കൃത്യമായി നോക്കിയാൽ പശുവിനെ വേണ്ട പോലെ വളർത്തിയാൽ പശു ഒരു കൽപ്പക വൃക്ഷമാണ്. പശു തരുന്ന എല്ലാ സാധനങ്ങളും നമ്മളതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ പശു വളർത്തൽ വളരെ ആദായകരമായ ഒരു തൊഴിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ തൊഴിലാക്കി നമുക്ക് മാതൃകയായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. പിന്നെ വേണ്ടത് ഇതിനോടൊരു താല്പര്യമാണ്, ഒരിഷ്ടം. അല്ലാതെ പശു വളർത്തലിനോട് ഇഷ്ടമില്ലാത്ത ആൾ വെറും ബിസിനസ് എന്ന ഒരു ആസ്പെക്റ്റിൽ പശു വളർത്തൽ തുടങ്ങിയാൽ അത് വിജയിക്കുന്ന കാര്യം കണ്ടറിയണം. ഇത് ഒരു ബിസിനസ്സും കഷ്ടപ്പാടില്ലാതെ വിജയിക്കുകയില്ല, അതൊരു കാര്യം. ഇത് ജീവനുള്ള ജീവിയാണ്, അതിനോട് സ്നേഹം ഉണ്ടായിരിക്കണം, അർപ്പണബോധം ഉണ്ടായിരിക്കണം, ടൈം വെച്ച് അതിനുള്ള ശുശ്രൂഷകൾ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ചെടിയാണ്, അതിനിപ്പോൾ വെള്ളം ഒഴിക്കാൻ, ഇപ്പോൾ രാവിലെ ഒഴിക്കാനുള്ള വെള്ളം വൈകുന്നേരം ഒഴിച്ചെങ്കിൽ ആ ചെടി ചത്തൊന്നും പോവുകയില്ല. പക്ഷേ പശുവിന് ഒരു നേരം അതിൻ്റെ തീറ്റ മുടങ്ങുകയോ ഒരു നേരം വെള്ളം കുറയുകയോ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ഒരു നേരത്തെ ആഹാരം കുറഞ്ഞാൽ ഒരാഴ്ച അതിൻ്റെ പാലുൽപാദനത്തിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ പശു വളർത്തൽ എങ്ങനെ ആദായകരമാക്കാം? പശു വളർത്തൽ ആദായകരമാക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ വളർത്തണം. പശു പ്രസവിച്ച് 2 മാസത്തിനകം അതിന് മതിയിളകി ഗർഭം ധരിക്കണം. 7-ാം മാസത്തിൽ നമ്മൾ കറവ നിർത്തണം. കറവ നിർത്തി 2 മാസം ബ്രേക്ക് കൊടുത്ത് പ്രസവിക്കണം. അങ്ങനെ വർഷത്തിലൊരിക്കൽ പ്രസവിച്ചാലാണ് നമുക്ക് ഏറ്റവും ആദായകരമായിട്ട് പശുവിനെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കർഷകർക്ക് വേറൊരു പ്രശ്നമുള്ളത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പശുവിനെ വിറ്റ് കളയാൻ മടിയാണ്. അത് പാടില്ല. നമുക്ക് വന്ധ്യതയോ അല്ലെങ്കിൽ അകിട് വീക്കമോ അല്ലെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതിന് തീറ്റ കൊടുത്ത് വളർത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അപ്പോൾ 80% പശുക്കൾ പ്രൊഡക്ഷനിലായിരിക്കണം, 20% ഗർഭിണിയോ മറ്റെന്തെങ്കിലും അവസ്ഥയിലുള്ളതായിരിക്കണം. അല്ലാത്ത സാഹചര്യം ഒഴിവാക്കണം. നമുക്ക് കള്ളിങ് ഒഴിവാക്കുന്നത്. അപ്പോൾ ഒഴിവാക്കേണ്ട രോഗാവസ്ഥയിലുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ ആയ അതിനെ ടൈമിലി ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം. പിന്നെ നമ്മൾ എപ്പോഴും പശുവിനെ വളർത്തുന്നു, പശുവിൻ്റെ പാല് കറന്ന് സൊസൈറ്റി കൊണ്ടു കൊടുക്കുന്നു, അവിടുന്ന് കിട്ടുന്ന പൈസ മേടിക്കുന്നു, എന്നിട്ട് പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നു. പശുവിൻ്റെ പാല് കൊണ്ട് നമ്മളൊരു വാല്യൂ ആഡഡ്, പശുവിൻ്റെ പാലിനെ അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയാൽ, എന്തിനധികം പശുവിൻ്റെ പാല് തൈരാക്കാൻ വലിയ ടെക്നോളജിയൊന്നും വേണ്ട, തൈരാക്കിയാൽ ഇരട്ടിയാണ് ലാഭം. അത് അങ്ങനെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. തൈരാക്കിയാലോ, തൈരാക്കുമ്പോൾ നമുക്കതിൻ്റെ നെയ്യെടുക്കാം, നെയ്യ് വിൽക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് പാലിനെ നമ്മൾ തൈരും നെയ്യുമായിട്ട് വിപണനം ചെയ്യുക. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു മാലിന്യ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഫാമുകൾ പൂട്ടുന്നത്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ നിശ്ചയമായിട്ടും ശ്രദ്ധ പതിപ്പിക്കണം. ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിശ്ചയമായിട്ടും ഉണ്ടാക്കുക. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് കൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് ഗ്യാസ് കിട്ടും. ആ ഗ്യാസ് കൊണ്ട് നമ്മുടെ പാചകവാതം, നമുക്കറിയാം പാചകവാതകം കിട്ടാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പശുവും ബയോഗ്യാസ് പ്ലാന്റും ഉള്ള വീട്ടമ്മയ്ക്ക് പാചകം ഒരു പ്രശ്നമേ ആകുന്നില്ല. അതുപോലെ ധാരാളം പശുക്കളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇലക്ട്രിസിറ്റി വരെ ഈ ബയോഗ്യാസിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ബുദ്ധിപൂർവമായ സമീപനങ്ങളിലൂടെ നീങ്ങുന്ന അനവധി ക്ഷീരകർഷകർ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തങ്ങളുടെ മൃഗസമ്പത്തിനെ കാണുന്നു. ഏറ്റവുമധികം സ്നേഹത്തോടെയും പരിഗണനയോടെയും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ സമീപിക്കുമ്പോഴാണ് കൂടുതൽ പാലും ഫലസമൃദ്ധിയും ലഭിക്കുന്നത് എന്ന് അവർ പറയുന്നു.
എത്ര നമ്മൾ അധ്വാനിച്ചാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ദൈവാനുഗ്രഹം എന്നുള്ള കാഴ്ചപ്പാടില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു പശുവിന് രോഗം വന്നാൽ നമ്മുടെ മൊത്തം തീർന്നു, ഒരു അകിടുവീക്കം വന്നാൽ തീർന്നു. അപ്പോൾ ഇതിനെല്ലാം അതിജീവിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക്, ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊപ്പം അതിനുശേഷം പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മൃഗങ്ങൾക്കൊരവസ്ഥവും വരരുതെന്ന് പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം മക്കളെ നിലനിർത്തണമെങ്കിൽ പണം അത്യാവശ്യം, വിദ്യാഭ്യാസം വേണം, എല്ലാം വേണം. അപ്പോൾ അതിനുള്ള വരുമാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും പ്രശ്നമാകും. അപ്പോൾ ആ പ്രശ്നത്തെല്ലാം അതിജീവിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അതേ ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ പശുക്കളുണ്ടായാലും പശുക്കളെ പള്ളിക്ക് കൊടുക്കുക, ആടുണ്ടായ ആട് കൊടുക്കുക, കോഴിയുണ്ടായ കോഴി കൊടുക്കുക ഒക്കെ തിരിച്ചു വിളിക്കാറുണ്ട്. ചെറിയ പശുവിനെ ഞങ്ങൾ കൊടുത്തിട്ട് വലിയ സംഖ്യയ്ക്ക് തിരിച്ചു വിളിക്കും ഈ ഫുഡിലേക്ക് തന്നെ. അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ഒരു പരാജയം, ആര് പരാജയം പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പരാജയമായിട്ട് തോന്നിയിട്ടേ ഇല്ല. പലരും ഈ മേഖലയെല്ലാം വിട്ടുപിരിഞ്ഞപ്പോഴും പലരെല്ലാം ഉപേക്ഷിക്കപ്പെടുമ്പോഴും എനിക്ക് എപ്പോഴും ആത്മവിശ്വാസം ഇത് എത്ര വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദൈവം അതിനുള്ള അനുഗ്രഹം തന്നാൽ മതി. ആരോഗ്യപരമായിട്ടും ഒരു രോഗമില്ലാത്ത അവസ്ഥ, നമുക്ക് അസുഖം വന്ന പ്രശ്നം ആയി, കന്നുകാലിക്ക് അസുഖം വന്ന പ്രശ്നമായി. ഇതൊരു ശരിക്കൊരു ഞാനുമേൽ കളിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഞാനുമേൽ കളി എന്ന് വേണം പറയാം. അത്രമാത്രം ഒരു നേരെ പാലിക്കേണ്ടത്, സത്യസന്ധത പാലിക്കേണ്ടതുമായ കാര്യമാണ്. ഇവിടെയൊക്കെ പശുവിൻ്റെ ചാണകത്തിനൊക്കെ അഡ്വാൻസ് ബുക്കിങ്ങാണ്. ഒരിക്കലും ഒരു പശുക്കളുടെ ക്രാക്കളാണ്, അഡ്വാൻസാണ്, ബുക്കിങ്ങാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു നഷ്ടം അല്ല. പശു ഇപ്പോൾ പെറ്റ് പ്രസവിക്കാറായ പശുവിന് വരെ പശുക്കിടാവാണ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 5000 6000 6000 ഞങ്ങൾ ഒഴിവാക്കുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നോളാം, അഡ്വാൻസ് അതിന് നിൽക്കുക. അപ്പോൾ അത്രയും ദൈവപരിപാലനം ഇതിനകത്ത് ഞങ്ങൾ കാണുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ടോ ദൈവവിശ്വാസത്തിനെതിരായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്, അന്തസത്യം അതാണ്. ഒരിക്കലും നമ്മൾ പറയാം ദൈവം പാതി താൻ, ഒരിക്കലും അങ്ങനെ പറയാം ദൈവം മുഴുവനും അതിനുശേഷം ഞാൻ. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല, പാതി എന്നുള്ള കച്ചവടമില്ല. ദൈവത്തിന് ഉള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്. ഒരിക്കലും ഒരു പരാജയത്തിൻ്റെ വശത്തിലേക്ക് നമ്മൾ പോകില്ല. അങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഞങ്ങളുടെ ഫാമുകളിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു അപകടം ആൾക്കും ഉണ്ടായിട്ടില്ല. അതൊക്കെ വലിയൊരു വിജയമാണ്, ദൈവാനുഗ്രഹമാണ്. അത് പ്രാർത്ഥനയുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഫലമാണ്. ഈ വിജയം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഇതെല്ലാം ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ നിൽക്കുക. നാളെ തരാൻ പോകുന്നതിനെക്കുറിച്ചും സന്തോഷിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് വളരാനും പോകാനും പ്രോത്സാഹനം ലഭിക്കുന്നതൊക്കെ അതെ. ഒരു സ്ഥലത്ത് എന്നാലും ഒരു പരാജയം ഒരിക്കലും വരാറില്ല എന്ന് ചോദിച്ചാൽ. അപ്പം ദൈവാനുഗ്രഹത്തിൻ്റെ ആ മുതൽക്കൂട്ടും നമ്മുടെ പണിയെടുക്കാനുള്ള ആത്മാർത്ഥതയും എല്ലാം കൂടെ ചേർന്ന് ഒരു സംരംഭം, ആർക്കും സ്വീകരിക്കാവുന്ന, ആർക്കും വളരാവുന്ന, ആർക്കും അനുകരിക്കാവുന്ന ചെറിയ മുതൽ മുടക്കിൽ ജീവിക്കാൻ ആവശ്യമായ, ജീവിത ആവശ്യമായ ഒരു സമ്പത്ത് സമ്പാദിക്കാനുള്ള വലിയ സമ്പത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ജീവിച്ചു പോകാൻ നല്ലൊരു സമ്പത്താണ്. അടിത്തറയുണ്ട് അധ്വാനിക്കുക. ആരുടെയും മുമ്പിൽ നമുക്ക് തളരാതെ പതറാതെ വിജയിക്കാനുള്ള ഒരു അവസരം പശുപരിപാലനത്തിൽ ലഭിക്കും. അത് മിക്സർ ഫാമിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ വരുമാനം കൂടും. നമ്മളങ്ങനെയാണല്ലോ, ഒരു വരുമാനം ലഭിച്ചു തൊട്ടടുത്ത അടുത്ത വരുമാനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും. പശുപരിപാലനത്തിന് മറ്റൊരു പ്രത്യേകത, പശുവിനുണ്ടാക്കി കൊടുക്കുന്ന അതേ ആഹാരങ്ങൾ വേസ്റ്റ് ചാണകം കൊണ്ടേ ഇട്ട് കൊടുത്താൽ നമുക്ക് വേറെ ഗുണമുണ്ട്. അവർ തന്നെ ചേകഞ്ഞ് ആ സാധനങ്ങളൊക്കെ ഉണക്കി തന്നു. പച്ചച്ചാണകം കൊണ്ട് കോഴിയുടെ കൂട്ടിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ചെകഞ്ഞ് ഉണക്കി നമുക്ക് പാകമാകും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ലേബർ ചാർജ് പോലും വേണ്ട. കോഴിക്ക് തിന്നാൻ ആവശ്യമായ വസ്തുക്കൾ ഈ ചാണകത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും വേസ്റ്റ്. അപ്പോൾ കോഴിയുടെ പശുവിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് കോഴി വളർത്താൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ടല്ല എങ്കിലും ഒരു ഭാഗികമായിട്ട്. ആടിൻ്റെ തൊഴുത്തിൽ വരുന്ന വേസ്റ്റുകൾ, അതാണ് പശുവിൻ്റെ തൊഴുത്തിൽ വേസ്റ്റ് വരുന്ന ആടിന് കൊടുക്കുന്നു, ആടിൻ്റെ വേസ്റ്റിൽ വരുന്നത് കോഴി കൊടുക്കുന്നു. അപ്പം പിന്നെ മുയൽ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരു സമ്മിശ്രിതമായി തീരുകയാണ്. ഒന്നൊന്നിനോട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാം പരസ്പരം പൂരകങ്ങളുമാണ്. ഒപ്പം വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നു. ആളുകളായാലും ഒന്നും ഒരു കരച്ചിലോ ബഹളങ്ങളോ കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. എല്ലാം വളരെ ശാന്തമാണ്, ശാന്തമായ രീതിയിൽ ചെയ്യുന്നു. അപ്പം ഒന്നിനും പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാം വിജയത്തിൽ, ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം വിജയത്തിലേക്ക് പോകുന്നു. കൂടുതൽ ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ നന്മയുണ്ടാകാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. ദൈവം സമൃദ്ധമായി കനിഞ്ഞനുഗ്രഹിച്ച കേരളം എന്ന ഈ ഹരിതഭൂമിയിൽ കർഷകന്റെ മുന്നിലുള്ള സാധ്യതകൾ അനവധിയാണ്.
ഈ കാലാവസ്ഥയെയും മനോഹരമായ ഭൂപ്രകൃതിയെയും സംരക്ഷിക്കുന്ന ജൈവ വൈവിധ്യത്തെ നിലനിർത്തിക്കൊണ്ട് എല്ലാത്തരം ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന കർഷകർ ദൈവം നിയോഗിച്ചിരിക്കുന്ന പ്രകൃതിയുടെ കാവലാളുകൾ തന്നെയാണ്. നന്മയുടെ മാർഗത്തിൽ സ്നേഹത്തോടെ തങ്ങളുടെ ദൗത്യം നിറവേറ്റി മുന്നേറുന്ന ഈ കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കാർഷിക കേരളത്തിന് മാതൃകകളാണ്.